നിമിഷ നേരം കൊണ്ടാണ് സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയത്. ആ അപകടം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ബോയിങ് കമ്പനിയുടെ 787-8 എന്ന് പറയുന്ന എയർ ഇന്ത്യ AI-171 എന്ന വിമാനമാണ്. ബോയിങ് കമ്പനിയുടെ 787 എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും വിശ്വാസമുള്ള ഒരു വിമാനമാണ്. ഏറ്റവും കൂടുതൽ ഇന്ധനക്ഷമതയുള്ള വിമാനമാണ്. 9 മണിക്കൂർ കൊണ്ട് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നെത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. കൃത്യം 1:39 അഹമ്മദാബാദ് വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 21ാം റൺവേയിൽ നിന്ന് ബോയിങ് 7878 എന്ന എയർ ഇന്ത്യയുടെ AI-171 എന്ന വിമാനം തിരിക്കുകയാണ്. അവിടെ നിന്ന് 1:39 റൺവേയിലൂടെ സഞ്ചരിച്ച ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 30 സെക്കൻഡിനുള്ളിൽ തന്നെ ആ വിമാനം കത്തിച്ചാമ്പലാകുന്നതാണ്. 625 അടി ഉയരത്തിലേക്ക് എത്തുമ്പോൾ ആ വിമാനം അവിടെ നിന്ന് താഴേക്ക് പതിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ആ ലാൻഡിംഗ് ഗിയർ താഴെ ദിശയിലേക്ക് ഇരിക്കുന്നത് കാണാം. അവിടെ നിന്ന് ആ കെട്ടിടങ്ങളിലേക്ക്, ഈ മേഖല എന്ന് പറയുന്നത് മേഘാനി നഗർ മേഖലയാണ്, ജനവാസ മേഖലയാണ്, വലിയ കെട്ടിടങ്ങളുള്ള മേഖലയാണ്, കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ഈ മേഖലയിലേക്ക് വിമാനത്താവളത്തിൻ്റെ റൺവേ കഴിഞ്ഞ് ഏകദേശം 1.4 മൈൽ ദൂരം കഴിഞ്ഞതിന് ശേഷം വിമാനം ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. അവിടെ നിന്ന് താഴേക്ക് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിന് സമീപത്തെ മെസ്സിന് മുകളിലേക്കാണ് ആ വിമാനം പതിക്കുന്നത്. ഈ വിമാനം അപകടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്തു 1:39 ടേക്ക് ഓഫ് ചെയ്ത ആദ്യ നിമിഷം തന്നെ ആ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നും കൂടെ ഉണ്ടായിരുന്ന സഹ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നും മെയ് ഡേ എന്ന സന്ദേശം അവിടേക്ക് പോയി, ATSലേക്ക് പോയി. വിമാന ഏജൻസികൾക്ക് കൃത്യമായ സന്ദേശം നൽകി. പക്ഷേ അവിടെ നിന്നൊരു മറുപടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ക്ഷണത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് 30 സെക്കൻഡിനുള്ളിൽ തന്നെ വിമാനം അഗ്നിക്കിരയാകുന്നതാണ് കണ്ടത്.